വെൽക്കം ടു മൂവി സ്റ്റോറീസ്. ഞാൻ ഈ നായകനായെത്തിയ ഗാങ് ലീഡർ എന്ന തെലുങ്കു ത്രില്ലർ മൂവിയുടെ സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു കറുത്ത വാനാണ് കാണിക്കുന്നത്. അത് ഒരു നായയൊക്കെ ഇടിച്ചു കൊന്ന ശേഷം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വാനിനകത്ത് ഡ്രൈവർ ഉൾപ്പെടെ 6 പേർ മുഖംമൂടിയൊക്കെ ധരിച്ച് സഞ്ചരിക്കുന്നതായി കാണുന്നു. അവർ ഒരു ബാങ്ക് കൊള്ളയടിക്കാനായി പോവുകയാണ്. അവർ അവിടെ എത്തി സെക്യൂരിറ്റി ഗാർഡ്സിനെയൊക്കെ ആക്രമിച്ച ശേഷം അകത്ത് കടന്ന് ലോക്കർ തകർത്ത് ഏകദേശം 300 കോടിയോളം രൂപ മോഷ്ടിക്കുന്നു. ലോക്കർ തുറക്കുന്ന സമയത്ത് അവിടെയുള്ള അലാറം അടിക്കാൻ തുടങ്ങും. അലാറം അടിച്ചാൽ പോലീസ് പെട്ടെന്ന് തന്നെ വരുമെന്നുള്ളത് കൊണ്ട് അവർ ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ അലാറം സൗണ്ട് കേട്ട അതിനടുത്ത് ബുക്ക് സ്റ്റോർ നടത്തിയിരുന്ന വയസ്സായ വ്യക്തി വിസിലടിച്ച് ആൾക്കാരെ കൂട്ടാൻ ശ്രമിക്കുന്നു. അത് കണ്ടു നിന്ന വാനിലുണ്ടായിരുന്ന ഡ്രൈവർ അയാൾ ഒരു വയസ്സായ ആളാണെന്ന് പോലും നോക്കാതെ വെടിവെച്ച് അയാളെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ പുറത്തെത്തി പണമെല്ലാം വണ്ടിയിലേക്ക് കയറ്റുന്നു. പണം വണ്ടിയിൽ വെച്ച് കൂട്ടിയതും ആ 5 പേരെയും കൊന്ന് ആ ഡ്രൈവർ പണവും എടുത്ത് പോകുന്നു. അപ്പോഴേക്കും പോലീസുകാർ അവിടെ എത്തുന്നു. അവൻ ഒറ്റയ്ക്ക് ആ മുഴുവൻ പണവുമായി രക്ഷപ്പെടുന്നു. അതിനുശേഷം 14 മാസങ്ങൾ കഴിഞ്ഞാണ് കാണിക്കുന്നത്. ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നും 4 പേരുടെ അഡ്രസ്സിലേക്ക് കത്തുകൾ പോവുകയാണ്. ഒരു മധ്യവയസ്കയായ സ്ത്രീക്കും ചെറിയ കുട്ടിക്കും, ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിക്കും, ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയിലേക്കുമാണ് ആ കത്തുകൾ എത്തുന്നത്. ആ കത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ഒരു വലിയ കമ്പനിയുടെ നറുക്കെടുപ്പിൽ വലിയ പ്രൈസുകൾ സമ്മാനമായി ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ പെട്ടെന്ന് തന്നെ ഈ കത്തിൽ പറഞ്ഞ അഡ്രസ്സിലേക്ക് വന്ന് അതൊക്കെ കൈപ്പറ്റേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കത്ത് വായിച്ചതും അവർ ഓരോരുത്തരായി ആ അഡ്രസ്സിലേക്ക് പുറപ്പെടുന്നു. അവിടെ എത്തുന്നതും 4 പേർക്കും ഒരേപോലെയുള്ള ലെറ്റർ വന്നിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അവർ 4 പേരും ആ അഡ്രസ്സിലേക്ക് പോയി ബെല്ലടിക്കുന്നു. അപ്പോൾ ഡോറ് തുറക്കുന്നത് ഒരു വൃദ്ധയായ സ്ത്രീയാണ്. അകത്തേക്ക് വരൂ, നിങ്ങൾക്ക് ഞാനാണ് കത്തയച്ചത് എന്നും നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറയുന്നു. എന്തോ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, അതുകൊണ്ട് തന്നെ ഞാൻ വലിയ വണ്ടിയൊക്കെ ആയിട്ടാണ് വന്നത്, അതിന്റെ പൈസയൊക്കെ ഇനി എങ്ങനെ കൊടുക്കും എന്നൊക്കെ അവർ പറയുകയാണ്. അതിന് മറുപടിയായി ചുമരിലുള്ള ഫോട്ടോ കാണിച്ച് പറയുകയാണ്, എന്റെ പേര് സരസ്വതി, ഇത് എന്റെ കൊച്ചുമകനാണ്. കഴിഞ്ഞ കൊല്ലം നടന്ന ബാങ്ക് കൊള്ളയിൽ മരണപ്പെട്ട 5 പേരിൽ ഇവനുമുണ്ടായിരുന്നു എന്നും അതുപോലെ മറ്റ് 4 പേർക്കും അന്ന് മരണപ്പെട്ടവരുമായി ബന്ധമുണ്ട്. വരലക്ഷ്മി എന്ന സ്ത്രീക്ക് അവരുടെ മകനെയും, പ്രിയ എന്ന പെൺകുട്ടിക്ക് അവൾ വിവാഹം ചെയ്യാനിരുന്ന ചെറുക്കനെയും, സ്വാതി എന്ന പെൺകുട്ടിക്ക് അവളുടെ ചേട്ടനെയും, ചെറിയ കുട്ടിക്ക് അവളുടെ അച്ഛനെയുമാണ് ആ ബാങ്ക് റോബറിയിൽ നഷ്ടപ്പെട്ടത്. നമ്മുടെ 5 പേരുടെയും ബന്ധത്തിലുള്ളവരെയും കൊന്നിട്ടാണ് ആ ഡ്രൈവർ അന്ന് രക്ഷപ്പെട്ടു പോയത് എന്നും അതുകൊണ്ട് തന്നെ അയാളെ കണ്ടെത്തി പ്രതികാരം ചെയ്യാനാണ് നിങ്ങളെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്നും ആ വൃദ്ധ അവരോട് പറയുകയാണ്. അതൊക്കെ കേട്ട് എല്ലാവരും ഒരു നിമിഷത്തേക്ക് ഞെട്ടുന്നു. നമ്മളെല്ലാവരും സ്ത്രീകളല്ലേ, നമുക്ക് എങ്ങനെ ഇതെല്ലാം ചെയ്യാനാവും എന്ന് ഒരു ഭയത്തോടെ അവർ ചോദിക്കുന്നു. നമുക്ക് ആകെ ഉണ്ടായിരുന്ന ബന്ധുക്കളെയാണ് അവർ കൊന്നത്, അതിന് നമ്മൾ പ്രതികാരം ചെയ്യണം. ഭൂമിയിൽ ഒരു ജീവൻ നൽകാൻ നമുക്ക് സാധിക്കുന്നത് പോലെ തന്നെ അത് എടുക്കാനും നമുക്ക് കഴിയും എന്നൊക്കെ ആ വൃദ്ധ പറയുകയാണ്. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഇതെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആ വൃദ്ധ അവരുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നു, നമ്മൾ കൊലപാതകം ചെയ്താൽ പിടിക്കപ്പെടില്ലേ എന്ന്. അതിന് ആ വൃദ്ധ കുറെ പുസ്തകങ്ങൾ കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് മുഴുവൻ റിവഞ്ച് ക്രൈം സ്റ്റോറീസ് ആണ്. ഈ കഥകളിൽ മുഴുവൻ പ്രതികാരവും കൊലപാതകങ്ങളും രക്ഷപ്പെടലുമൊക്കെയാണ് വളരെ നല്ല രീതിയിൽ എഴുതിയിരിക്കുന്നത് എന്നും ഇത് എഴുതിയ പെൻസിൽ പാർത്ഥസാരഥി എന്ന വ്യക്തിക്ക് നമ്മളെ സഹായിക്കാനാവും എന്നും അയാളുടെ സഹായത്തോടെ നമുക്ക് ഇത് ചെയ്യാമെന്നും പറഞ്ഞ് അയാളെ അഡ്രസ് നോക്കി അവരെയും കൂട്ടി അവർ അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിലെത്തിയതും അവർ കാണുന്നത് അയാൾ പല സിനിമകളും കണ്ട് അതിലെ കഥകൾ കോപ്പിയടിച്ച് ബുക്ക് എഴുതുന്നതായിട്ടാണ്. അപ്പോൾ അവർ പരസ്പരം പറയുന്നു, സാധാരണ പുസ്തകത്തിലെ കഥയാണ് സിനിമയാക്കുന്നത് എന്നും ഇവൻ നേരെ തിരിച്ച് സിനിമ പുസ്തകമാക്കുകയാണല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ ഇയാൾ നമുക്ക് പറ്റിയ ആളല്ല എന്നും ഇവൻ ഫുൾ ഉഡായിപ്പാണെന്നും അവർ പറയുന്നു. ശേഷം അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരാൻ നോക്കുമ്പോൾ പാർത്ഥസാരഥി അവരെ കാണുകയും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നും നിങ്ങൾ എന്തിനാണ് വന്നത് എന്നൊക്കെ അവൻ ചോദിക്കുകയാണ്. അപ്പോൾ അവർ ആ ബാങ്ക് മോഷണത്തെ പറ്റിയും അതിൽ മരിച്ചതിന് പ്രതികാരം ചെയ്യാനുള്ള സഹായത്തിനാണ് വന്നത് എന്നൊക്കെ അവനോട് പറയുന്നു. അത് കേട്ട ശേഷം ഞാൻ നിങ്ങൾക്ക് നല്ല ഐഡിയാസും ഉപദേശങ്ങളും ഒക്കെ തരാമെന്നും നിങ്ങൾ 5 പേരും ചേർന്ന് ഓരോ ലക്ഷം രൂപ വെച്ച് 5 ലക്ഷം രൂപ എനിക്ക് തന്നാൽ മതി എന്ന് അവൻ പറയുകയാണ്. ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ല എന്നും ഒരു സഹായം ചോദിച്ചാണ് ഇവിടെ വന്നത് എന്നും അവർ പറയുന്നു. അത് കേട്ട ശേഷം പണമൊന്നുമില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല എന്നും പറഞ്ഞ് അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയാണ്. അടുത്തതായി പെൻസിൽ തന്റെ പുതിയ ബുക്ക് പബ്ലിഷ് ചെയ്യാനായി അവന്റെ ഫ്രണ്ടിന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. അവൻ വരുന്നത് കണ്ട് ഫ്രണ്ട് ജോലിക്കാരനോട് പറയുന്നു, അവനെ ഒരിക്കലും ഇങ്ങോട്ട് കയറ്റിവിടരുത് എന്നും
അവന്റെ കഥ പറഞ്ഞ് നമ്മളെയൊക്കെ കൊല്ലുമെന്നും അതിനാൽ അവനെ തടയാനുമായി പറഞ്ഞു വിടുന്നു. അയാൾ പോയി അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും ഓരോന്ന് പറഞ്ഞ് അവൻ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. ശേഷം അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നു. നിന്റെ ഇത്തരം കഥകൾ പ്രിന്റ് ചെയ്യാൻ ഇനി എന്റെ കയ്യിൽ പണമില്ല എന്നും അതുകൊണ്ട് തന്നെ ഇത്തരം കഥകളുമായി ഇനി നീ ഇങ്ങോട്ട് വരണ്ട എന്നും അവന്റെ ഫ്രണ്ട് പെൻസിലിനോട് പറയുകയാണ്. അത് കേട്ട് ഞാൻ ചെറുപ്പം മുതൽ അനാഥനാണ്, നീ മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത് എന്നെല്ലാം പറഞ്ഞ് അവൻ ഇമോഷണലായി സംസാരിക്കുന്നു. അതിനുശേഷം ആ 5 സ്ത്രീകൾ വീട്ടിൽ വന്നതിനെ കുറിച്ചും പെൻസിൽ അവന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നു. അത് കേട്ട് ഇൻട്രസ്റ്റ് തോന്നുന്ന കൂട്ടുകാരൻ അവനോട് പറയുകയാണ്, അതിൽ നല്ലൊരു ത്രില്ലിംഗ് സ്റ്റോറിക്ക് സ്കോപ്പ് ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ നീ അവരുടെ കൂടെ ചേർന്ന് അവരെ സഹായിച്ച് നടക്കുന്ന സംഭവങ്ങളെല്ലാം ചേർന്ന ഒരു സ്റ്റോറിയാക്കി കൊണ്ടുവന്നാൽ അത് ഞാൻ ബുക്കായി പബ്ലിഷ് ചെയ്യാൻ സഹായിക്കാമെന്നും അത്തരം റിയൽ സ്റ്റോറീസ് ആണ് വേണ്ടത് എന്നുമെല്ലാം അവൻ പറയുകയാണ്. അത് കേട്ടതും പെൻസിൽ ആ 5 പേരെയും അന്വേഷിച്ച് ചെല്ലുകയാണ്. എന്നിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കാൻ തയ്യാറാണെന്ന് അവരോട് പറയുകയാണ്. ശേഷം അവരെല്ലാം ചേർന്ന് ഒരു ടീമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. പെൻസിലിന്റെ വീട് അവരുടെ ഒരു ഓഫീസാക്കി മാറ്റുകയാണ്. ശേഷം ആ ബാങ്ക് റോബറിയെ കുറിച്ചും കേസിനെ കുറിച്ചുമെല്ലാം നന്നായി അവൻ അന്വേഷിക്കുന്നു. എന്നിട്ട് നമുക്ക് മരിച്ചവരുടെ വിവരങ്ങളിൽ നിന്നും തുടങ്ങാമെന്നും അവരെ കുറിച്ച് അന്വേഷിക്കണമെന്നൊക്കെ പെൻസിൽ പറയുന്നു. മരിച്ചവരെ കുറിച്ചൊന്നും കൂടുതൽ അന്വേഷിക്കണ്ട എന്നും അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് ആ വയസ്സായ സ്ത്രീ പറയുകയാണ്. അപ്പോൾ പെൻസിൽ പറയുന്നു, ഞാൻ ഈ കേസ് 2 ദിവസമായി നിരീക്ഷിക്കുകയാണ് എന്നും ഇതുവരെ ഒരു ക്ലൂവും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ശേഖരിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ബോർഡിലേക്ക് നോക്കുന്നു. അപ്പോൾ അവനൊരു ഐഡിയ തോന്നുന്നു. ബാങ്ക് കൊള്ളയടിക്കാൻ പോയവരുടെ കയ്യിലെല്ലാം ടൈമർ സെറ്റ് ചെയ്ത് വെച്ച ഒരു വാച്ച് ഉണ്ടായിരുന്നു എന്നും നിശ്ചിത സമയത്തിനുള്ളിൽ അവിടെ പോലീസ് വരുമെന്നത് അവർക്കറിയാം. പോരാത്തതിന് ബാങ്ക് 14ാമത്തെ നിലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പ്രാക്ടീസ് ചെയ്തിട്ടാവും അവർ പോയിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ഏതെങ്കിലും പണിതീരാത്ത വലിയ ബിൽഡിംഗിൽ നിന്നുമായിരിക്കും അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുക. അതിനാൽ ഈ പ്രദേശത്തുള്ള ഉയരം കൂടിയ ഒഴിഞ്ഞ ബിൽഡിങ്ങുകളെ കുറിച്ച് അന്വേഷിച്ചാൽ ഏതെങ്കിലും വിവരം കണ്ടെത്താൻ കഴിയും എന്നും അവൻ പറയുന്നു. അത് കഴിഞ്ഞ് വരലക്ഷ്മി എന്ന സ്ത്രീയും പെൻസിലും കൂടി അത്തരം വിവരങ്ങളെല്ലാം ലഭിക്കുന്ന ഓഫീസിലേക്ക് പോകുന്നതായി കാണിക്കുന്നു. ഞങ്ങൾ ACB ഓഫീസിൽ നിന്നും വരികയാണ് എന്നും ഈ പ്രദേശത്തുള്ള ഒഴിഞ്ഞുകിടക്കുന്ന 14 നിലയിൽ കൂടുതലുള്ള കെട്ടിടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ പറയുകയും ചെയ്യുന്നു. അത് കേട്ട് നിങ്ങളുടെ ID കാർഡ് കാണിക്കാൻ പറയുകയാണ്. പെൻസിൽ അവന്റെ ആധാർ കാർഡ് എടുത്ത് കൊടുക്കുന്നു. അയാൾ അപ്പോൾ പോലീസിനെ വിളിക്കാനായി പറയുന്നു. അവർ പേടിച്ച് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതായാണ് കാണിക്കുന്നത്. 1 മിനിറ്റ്, അപ്പോ ആ പ്ലാൻ നടക്കില്ല, അതുമായി പോയാൽ ഞങ്ങൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ കഥ മാറ്റി എഴുതുന്നതായി കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോകുമ്പോൾ ഒരു ID കാർഡ് തയ്യാറാക്കണമെന്നും കൂടാതെ ലക്ഷ്മി ചേച്ചി കൂടെ വന്നാൽ ഇത് ശരിയാവില്ല എന്നും അതുകൊണ്ട് തന്നെ പ്രിയയോട് തന്റെ കൂടെ വരാനും ആവശ്യപ്പെടുന്നു. ശേഷം പെൻസിലും പ്രിയും ചേർന്ന് ആ ഓഫീസിലേക്ക് പോവുകയും അവിടെ എത്തി മാനേജറോട് ഡീറ്റെയിൽസ് ഒക്കെ തരാൻ പറയുകയും ചെയ്യുന്നു. എന്നിട്ട് ID കാർഡ് വേണമെങ്കിൽ തരാമെന്നൊക്കെ പറഞ്ഞ് പെൻസിൽ അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ്. അയ്യോ, ID കാർഡൊന്നും വേണ്ട എന്നും ഈ ചെറിയൊരു ആവശ്യങ്ങൾക്ക് ഇത്രയും വലിയ ഓഫീസറായ നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ അത് തരാതിരിക്കുമോ എന്നൊക്കെ അവർ പറയുകയാണ്. അപ്പോൾ വെറുതെ ID കാർഡൊക്കെ തയ്യാറാക്കി സമയം കളഞ്ഞു എന്ന് പെൻസിൽ സ്വയം പറയുകയാണ്. ശേഷം ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങി തിരികെ എത്തുന്നു. അപ്പോഴേക്കും പെൻസിലിന് പ്രിയയോട് ഒരു പ്രണയം തോന്നി തുടങ്ങുന്നു. അതിനുശേഷം ആ വിവരങ്ങളെല്ലാം അനുസരിച്ച് ആ പ്രദേശത്തെ ഓരോ ബിൽഡിങ്ങും അവർ പരിശോധിക്കുകയാണ്. അവസാനം ഒരു ബിൽഡിങ്ങിൽ എത്തുകയും അവിടുത്തെ 14ാം നില പരിശോധിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്ന് നോക്കാൻ അവരോട് പറയുകയാണ്. ശേഷം ആ പെൺകുട്ടിക്ക് തന്റെ ചേട്ടൻ കളിക്കാറുള്ള പേപ്പർ പാസിലും വരലക്ഷ്മി എന്ന സ്ത്രീക്ക് അവരുടെ മകന്റെ ടിഫിൻ ബോക്സും ആ ചെറിയ കുട്ടിക്ക് അവളുടെ അച്ഛന്റെ ചെരുപ്പും അവിടെ നിന്ന് കിട്ടുന്നു. കൂടാതെ പ്രിയയുടെ പേര് അവിടെ ചുമരിൽ എഴുതിയിരിക്കുന്നതായും കാണുന്നു. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് തന്നെയായിരിക്കും പരിശീലനം നടത്തിയത് എന്നും അവിടെ നന്നായി തിരഞ്ഞപ്പോൾ പരിശീലനത്തിനായി ഉപയോഗിച്ച സാധനങ്ങളെല്ലാം കണ്ടെത്തുകയും ചെയ്യുന്നു. എന്നിട്ട് അവിടെ 14ാം നിലയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ATM നിൽക്കുന്നതായി കാണുന്നു. നേരെ ആ ATMിലേക്ക് പോവുകയും അവിടെ എത്തിയതും ATMിൽ CCTV കാണുകയാണ്. അപ്പോൾ ആ ബാങ്കിൽ പോയി ആ CCTV ദൃശ്യങ്ങൾ വാങ്ങിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പെൻസിൽ പറയുന്നു. പെൺകുട്ടികൾ പോയി ഏതൊരു ഓഫീസറോട് ചോദിച്ചാലും പെട്ടെന്ന് തരുമെന്നൊക്കെ പറഞ്ഞ് പ്രിയയോട് പോവാൻ ആവശ്യപ്പെടുകയാണ്. അവൾ ബാങ്കിൽ എത്തുകയും ആ ഓഫീസറിനോട് നല്ല സ്നേഹത്തോടെയൊക്കെ സംസാരിച്ച് ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ചോദിക്കുന്നു. അയാൾ ഒരു വിധത്തിലും അത് നൽകാൻ തയ്യാറാവുന്നില്ല. അപ്പോഴാണ് ആ റൂമിൽ ജോലി ചെയ്യുന്ന വേലക്കാരനെ അയാൾ നോക്കിയിരിക്കുന്നത് അവൾ കാണുന്നത്. അത് കണ്ടപ്പോഴാണ് അയാൾക്ക് പെൺകുട്ടികളെക്കാൾ ഇഷ്ടം പുരുഷന്മാരോടാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ശേഷം അവൾ അവിടെ നിന്ന് ഇറങ്ങി ഈ വിവരങ്ങളെല്ലാം പെൻസിലിനോട് വന്ന് പറയുകയാണ്. അപ്പോ അത് കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല അല്ലേ എന്ന് പെൻസിൽ പറയുമ്പോൾ മറ്റുള്ളവരെല്ലാം പറയുന്നു, അയാൾക്ക് ആണുങ്ങളോടല്ലേ താല്പര്യം, അതിനാൽ നീ തന്നെ പോകണമെന്നും അത് വാങ്ങിച്ചുകൊണ്ട് വരണമെന്നും പറഞ്ഞ് അവനെ നിർബന്ധിക്കുന്നു.
ശേഷം പെൻസില് അകത്തേക്ക് പോയി പല വിധത്തിലൊക്കെ സംസാരിച്ച് അയാളെ കയ്യിലെടുക്കുകയും CCTV ദൃശ്യങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു. ശേഷം അവരെല്ലാം കൂടി ഇരുന്ന് ആ വീഡിയോസ് പരിശോധിക്കുകയാണ്. രാത്രിയിലുള്ള വീഡിയോ ആയതിനാൽ ആൾക്കാരുടെ മുഖമൊന്നും വ്യക്തമാവുന്നില്ല. എന്നാലും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഒരു ആംബുലൻസ് ആണെന്നും ആ വണ്ടിയുടെ മുകളിൽ എഴുതിയ പേര് വെച്ച് അവർ ആ ഹോസ്പിറ്റലും കണ്ടെത്തുന്നു. ശേഷം ആ ആശുപത്രി പരിസരത്തെത്തി ഞാനൊരു ജേർണലിസ്റ്റ് ആണെന്നും ഒരു TV പരിപാടിക്കായി ആംബുലൻസ് ഡ്രൈവർമാരുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാനായി വന്നതാണെന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ആംബുലൻസ് ഡ്രൈവറോട് സംസാരിക്കുന്നു. നിങ്ങളുടെ കൂടെ ജോലി ചെയ്തവരിൽ ആംബുലൻസ് ഡ്രൈവറായിരുന്ന് പെട്ടെന്ന് തന്നെ പണക്കാരനായ ആരെങ്കിലും ഉണ്ടോ എന്ന് പെൻസിൽ ചോദിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു പോസ്റ്റർ കാണിച്ചുകൊണ്ട് അയാൾ പറയുന്നു, ആ ഫോട്ടോയിലുള്ളവനും ഞങ്ങളുടെ കൂടെ ആംബുലൻസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്നതാണെന്നും ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാർ റേസറും പണക്കാരനും സെലിബ്രിറ്റിയും ഒക്കെയായി മാറിയെന്നും അയാൾ പറയുന്നു. അടുത്തതായി ആ പോസ്റ്ററിലുണ്ടായിരുന്ന വ്യക്തിയെ കാണിക്കുന്നു. അവന്റെ പേരാണ് ദേവ്. അവനെ TV ചാനൽ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം അവന്റെ ജീവിതം കാണിക്കുകയാണ്. ഒരു വലിയ കാർ റേസർ ആവണമെന്ന ആഗ്രഹവുമായി നടക്കുന്ന ദേവ് റേസിംഗ് ക്ലബിൽ ജോയിൻ ചെയ്യാനോ റേസിംഗ് കാർ വാങ്ങാനൊന്നും പണമില്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ദേവ്. അപ്പോൾ അവന്റെ അച്ഛൻ അവനെ ഉപദേശിക്കുന്നതായി കാണിക്കുന്നു. നമുക്ക് റേസിംഗ് ഒന്നും വേണ്ട എന്നും നിന്റെ ജീവിതത്തിൽ അതൊന്നും നടക്കില്ല, നീ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കൂ എന്നൊക്കെ ആവശ്യപ്പെടുന്നു. ദേഷ്യത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്നും നിങ്ങൾ ഒന്ന് മരിച്ചതാ, എനിക്ക് ഇൻഷുറൻസ് തുകയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് അവൻ അയാളെ കൊല്ലുന്നു. ശേഷം ഇന്റർവ്യൂവിൽ ഇരുന്നു കൊണ്ട് അച്ഛനാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ആവുന്നു. എന്നിട്ട് വീണ്ടും അവന്റെ കഥയിലേക്ക് പോകുന്നു. അച്ഛന്റെ ഇൻഷുറൻസ് തുക കിട്ടിയ പണം കൊണ്ട് അവൻ ഒരു ബൈക്ക് വാങ്ങുന്നു. അങ്ങനെ ഇരിക്കെ അവന്റെ ഫ്രണ്ട് ദേവിനോട് പറയുകയാണ്, നീ ഒരു ആംബുലൻസ് ഡ്രൈവർ ആവൂ, നിനക്ക് റോഡിൽ തന്നെ റേസിംഗ് പ്രാക്ടീസ് നടത്താമെന്നും ആരും നിന്നോട് ഒന്നും ചോദിക്കുകയില്ല എന്നും നിനക്ക് ഇഷ്ടമുള്ള പോലെ വാഹനം ഓടിക്കാമെന്നൊക്കെ അവൻ പറയുകയാണ്. അത് കേട്ട ശേഷമാണ് അവൻ ഒരു ആംബുലൻസ് ഡ്രൈവർ ആകാൻ തീരുമാനിക്കുന്നത്. അവന്റെ ഈ സ്പീഡിലുള്ള വാഹനം ഓടിക്കാനുള്ള കഴിവ് കണ്ടിട്ടാണ് ആ 5 പേരും ചേർന്ന് ഇവനെ ആ റോബറിയിലേക്ക് ഡ്രൈവറായി കൂടെ കൂട്ടുന്നത്. അതിനുശേഷമാണ് അവരുടെ കൂടെ ചേർന്ന് ആ പ്ലാനൊക്കെ മനസ്സിലാക്കി ആ 5 പേരെയും കൊന്ന ശേഷം പണവുമായി അവൻ മുങ്ങിയത്. അടുത്തതായി അവൻ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ആ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന 6 പേരെയും കാണിക്കുന്നു. അപ്പോ ഇവനാണ് ആ 5 പേരെയും കൊന്നത് എന്നൊക്കെ അവർ പരസ്പരം സംസാരിക്കുകയാണ്. അതൊന്ന് ഉറപ്പുവരുത്തിയിട്ട് വരാമെന്ന് പറഞ്ഞ് പെൻസിൽ ദേവിന്റെ അടുത്തേക്ക് പോയി ഒരു ഓട്ടോഗ്രാഫ് വാങ്ങുന്നു. ആ CCTV വിഷ്വൽസിൽ അവൻ ഒരു ഇടംകൈയ്യനാണ് എന്ന് വ്യക്തമായിരുന്നു. അവൻ ഇടത് കൈ ഉപയോഗിച്ച് ഓട്ടോഗ്രാഫിൽ സൈൻ ചെയ്തതും അത് കൺഫേം ആയി. അതിനുശേഷം വീട്ടിലെത്തി പെൻസിൽ മറ്റുള്ളവരോടൊക്കെ പറയുകയാണ്, ഇപ്പോൾ അവനൊരു സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് തന്നെ അവനെ കൊല്ലുന്നത് അത്ര എളുപ്പമാവില്ല എന്നും നല്ലപോലെ പ്ലാൻ ചെയ്യണമെന്നും പറയുന്നു. അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം അവരുടെ കൂടെയുള്ള ആ ചെറിയ കുട്ടിയുടെ പിറന്നാളാണ് എന്ന് മനസ്സിലാക്കുന്നതും അവർ അവളുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ഒരു ഫാമിലി പോലെ മുന്നോട്ട് പോകുന്നു. അടുത്തതായി അവരെല്ലാവരും ചേർന്ന് കാറിൽ ദേവിനെ ഫോളോ ചെയ്യുന്നതായി കാണിക്കുന്നു. അവൻ ആ ഒഴിഞ്ഞ ബിൽഡിങ്ങിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവർ അവനെ കാറിലിരുന്ന് നിരീക്ഷിക്കുകയാണ്. അവൻ 14ാം നിലയിലേക്കല്ലാതെ 15ാം നിലയിലേക്ക് പോകുന്നതായി അവർ കാണുന്നു. അതിൽ സംശയം തോന്നിയ അവർ ദേവ് പോയതിനു ശേഷം 15ാം ഫ്ലോറിലേക്ക് പോയി നോക്കുകയാണ്. അവിടെ എത്തിയതും അവൻ അവിടെ സിഗരറ്റ് വലിച്ച് നിന്നതായി കാണുന്നു. എന്തുകൊണ്ടാണ് അവൻ നേരെ 15ാമത്തെ നിലയിലേക്ക് വന്നത് എന്ന സംശയം കൊണ്ട് അവർ അവിടെ പരിശോധിച്ചപ്പോൾ അവിടെയുള്ള ഒരു തൂണ് ഒറിജിനൽ അല്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നു. പെൻസിൽ ആ തൂണ് തകർത്തു നോക്കുന്നതും അതിനുള്ളിൽ നിന്നും പണക്കെട്ടുകൾ വീഴാൻ തുടങ്ങുന്നു. ബാങ്കിൽ നിന്നും മോഷ്ടിച്ച ബാക്കി പണം അവൻ അവിടെയാണ് സൂക്ഷിച്ചിരുന്നത് എന്ന് അവർക്ക് അപ്പോൾ മനസ്സിലാവുന്നു. ശേഷം ആ പണം മുഴുവൻ എടുത്ത് അവർ അവിടെ നിന്നും പോകുന്നു. അടുത്തതായി പിറ്റേ ദിവസം കാറിൽ സഞ്ചരിക്കുന്ന ദേവിനെയാണ് കാണിക്കുന്നത്. അവിടെ ഒരു മാസ്ക് വിൽപ്പനക്കാരനായി വന്ന് പഴയ ബാങ്ക് റോബറിയുടെ വാർത്തയുള്ള ഒരു പത്രം അവന്റെ കാറിൽ ഉപേക്ഷിക്കുന്നു. ദേവ് ആ പത്രം കാണുന്നതും ഇപ്പോൾ ഇവിടെ വന്നവനെ നോക്കാനായി സുഹൃത്തിനോട് പറയുന്നു. അപ്പോഴേക്കും പെൻസിൽ അവിടെ നിന്നും എസ്കേപ്പ് ആവുന്നു. ശേഷം ദേവ് അവന്റെ ഒരു പരസ്യത്തിന്റെ വീഡിയോ പ്രീമിയർ ചെയ്യുന്നത് കാണാനായി ഒരു ഹാളിലേക്ക് എത്തുന്നു. അവിടെ ആ വീഡിയോ പ്ലേ ചെയ്യുന്ന ആളുടെ അടുത്ത് വന്ന് ആ ചെറിയ കുട്ടി കരയുകയാണ്. കൂടെ വന്നവരെ കാണാത്തതിനാണ് കരയുന്നത് എന്ന് കരുതി അയാൾ ആ കുട്ടിയെയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ്. ആ ഗ്യാപ്പിൽ പെൻസിൽ വന്ന് ആ വീഡിയോയിലുള്ള ഫയല് മാറ്റുകയാണ്. അതിനുശേഷം ഇത് ഞങ്ങളുടെ കുട്ടിയാണ് എന്നും പറഞ്ഞ് പെൻസിലും പ്രിയയും ആ ചെറിയ കുട്ടിയെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. ആ സമയം പരസ്യത്തിന്റെ വീഡിയോ പ്ലേ ചെയ്തതും അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന ആ പഴയ CCTV ദൃശ്യങ്ങൾ സ്ക്രീനിൽ വരുന്നു. അത് കണ്ട് ഭയന്ന് ദേവ് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം കാറിലെത്തിയതും അവര് ബിൽഡിംഗിൽ പ്രാക്ടീസിനായി ഉപയോഗിച്ച ഡമ്മി പണം അവന്റെ കാറിലിരിക്കുന്നതായും കാണുന്നു. ഇത് കണ്ടതും നമ്മൾ ചെയ്തതെല്ലാം ആരോ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഒരു ഭയത്തോടെ
ദേവ് മനസ്സിലാക്കുന്നു. ശേഷം എന്റെ പണം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ആ ബിൽഡിങ്ങിലേക്ക് അവൻ ഓടുകയാണ്. അവിടെ എത്തിയതും അവൻ പണം സൂക്ഷിച്ചിരുന്ന ആ തൂണ് തന്നെ അവിടെ കാണുന്നില്ല. ദേവ് ആകെ ടെൻഷനിൽ അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് മറുവശത്തെ ബിൽഡിങ്ങിൽ നിന്നും അവർ 6 പേരും ചേർന്ന് ബൈനോക്കുലർ ഉപയോഗിച്ച് ദേവിനെ നോക്കുകയാണ്. പെട്ടെന്ന് ദേവ് അവരെ കാണാൻ ഇടയാവുന്നു. അവൻ ഉടൻ തന്നെ അവന്റെ കാർ എടുത്ത് അവരെ പിടികൂടാനായി എതിർവശത്തെ ബിൽഡിങ്ങിലേക്ക് പുറപ്പെടുന്നു. അത് കണ്ടതും എല്ലാവരും പെട്ടെന്ന് തന്നെ ഓടി ലിഫ്റ്റിൽ കയറുന്നു. ലിഫ്റ്റ് ഓവർലോഡ് ആയതിനെ തുടർന്ന് ആ 5 പേരോടും ലിഫ്റ്റിൽ പോകാൻ ആവശ്യപ്പെട്ട് പെൻസിൽ മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ദേവ് കാറുമായി വന്ന് അവിടെയുള്ള ട്രാൻസ്ഫോമറിൽ ഇടിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കറണ്ട് മൊത്തം കട്ടായി ലിഫ്റ്റും അവിടെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന പെൻസിൽ. അപ്പോഴാണ് അവരവിടെ ചുമരിൽ ഒരു ഫയർ അലാറം കാണുന്നത്. അവൻ അത് പ്രസ് ചെയ്യുകയും അപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി അവിടെയുള്ള ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നു. അവിടേക്ക് എത്തുന്ന ദേവ് ഒരു സെലിബ്രിറ്റി അവിടെ എത്തിയത് കണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനും സംസാരിക്കാനുമായി ഒക്കെ ശ്രമിക്കുന്നു. ആ സമയം ലിഫ്റ്റിൽ കുടുങ്ങിയവരെല്ലാം രക്ഷിച്ച് പെൻസിൽ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ശേഷം വീട്ടിലെത്തി എല്ലാവരും സങ്കടത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ വൃദ്ധ പറയുന്നു, വേണ്ട, നമുക്ക് പ്രതികാരമൊന്നും വേണ്ട, ഞാനാണിത് തുടങ്ങാൻ കാരണമായത് എന്നും ഇത് എല്ലാവരുടെയും ജീവിതം ഇല്ലാതാക്കും, അതിനാൽ ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താമെന്നൊക്കെ അവർ പറയുന്നു. അത് കേട്ട് മറ്റുള്ളവരും പറയുന്നു, അതാണ് നല്ലത്, നമുക്ക് ഇതൊക്കെ ഇവിടെ വെച്ച് നിർത്താമെന്ന്. അപ്പോൾ പെൻസിൽ അവരോടൊക്കെ അവൻ കണ്ടെത്തിയ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. നിങ്ങളുടെ ബന്ധുക്കളായ 5 പേരും റോബറിക്ക് ഇറങ്ങാൻ കാരണമുണ്ട്. അവർ എന്തായാലും മരണത്തിന് കീഴടങ്ങേണ്ടവരാണ്. അവർക്ക് 5 പേർക്കും ക്യാൻസർ ആയിരുന്നു എന്നും അതിനാൽ നിങ്ങൾക്ക് വേണ്ടി പണം സമ്പാദിക്കാനാണ് അവർ അത് ചെയ്തത് എന്നൊക്കെ അവൻ അവരോട് പറയുകയാണ്. ഇതൊക്കെ കേട്ട് അവരെല്ലാവരും സങ്കടത്തിലാവുന്നു. നിങ്ങളെല്ലാം പോയാൽ ഞാൻ പഴയ പോലെ അനാഥനായി തുടരുമെന്നും നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണോ എന്നും അവൻ ചോദിക്കുന്നു. അത് കേട്ട് ഇല്ല, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നും നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ഒരു ടീമായി ദേവിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് ദേവിനെ കാണിക്കുന്നു. ആരാണ് ആ 6 പേർ എന്നൊക്കെ അവൻ ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ CCTV ദൃശ്യം അവന് ഓർമ്മ വരുന്നത്. കാറുമെടുത്ത് നേരെ ആ ബിൽഡിങ്ങിനടുത്ത് പോയപ്പോൾ അവിടെ ATM-ൽ CCTV കണ്ടതും അവൻ നേരെ ബാങ്കിൽ പോയി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അവിടെ വെച്ച് അവരെ മനസ്സിലാക്കുന്നു. പെൻസിൽ ഒരു എഴുത്തുകാരനായതിനാൽ അവന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ പെട്ടെന്ന് ലഭിക്കുന്നു. എന്നിട്ട് നേരെ പെൻസിലിന്റെ വീട്ടിലേക്ക് പോയി എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്നതായി കാണിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവൻ ചെയ്യാൻ പോകുന്നത് എന്ന് ബുദ്ധിമാനായ പെൻസിലിന് മുന്നേ കണ്ടിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അവന്റെ കഥയിൽ മാറ്റം വരുത്തുകയാണ്. എന്നിട്ട് അവൻ നേരെ ബാങ്കിലേക്ക് പോയി ആ ഗേ ആയ ഓഫീസറെ സോപ്പിട്ട് ഞാൻ അന്ന് വന്ന വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നു. അവനോട് ഒരു ഇഷ്ടം തോന്നി അതൊക്കെ അയാൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുകയാണ്. ആ സമയം ദേവ് അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ പെൻസിൽ ആ ബാങ്ക് ഓഫീസറുടെ കസേരയിലേക്ക് ഇരിക്കുന്നു. എന്നിട്ട് ദേവ് അവനോട് CCTV വിഷ്വൽസ് ചോദിക്കുമ്പോൾ അത് മറ്റൊരാൾ വന്ന് ഡിലീറ്റ് ആക്കി എന്ന് പെൻസിൽ പറയുകയാണ്. അപ്പോൾ ദേഷ്യപ്പെട്ട് പെൻസിൽ ബാങ്കിലെ ഓഫീസറാണ് എന്ന് കരുതി അവനോട് ദേഷ്യത്തോടെ നേരത്തെ വന്നവൻ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ ചോദിക്കുന്നു. അവനും അവന്റെ ടീമും ഭയങ്കരമായ ആൾക്കാരാണെന്നും ദേവിനെ അവരുടെ കയ്യിൽ കിട്ടിയാൽ നിന്റെ കഥ കഴിയും എന്നൊക്കെ അവനോട് പറയുകയാണ്. ശേഷം ദേവ് പെൻസിലിനെയും കൂട്ടി അവരെ കണ്ടെത്താനായി പോകുന്ന വേളയിൽ ദേവിന്റെ സുഹൃത്തിനെ കാണാൻ ഇടയാവുന്നു. അയാൾ അന്ന് തങ്ങളെ പിന്തുടർന്ന കാറിന്റെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പെൻസിലിന്റെ അഡ്രസ്സ് കൊടുക്കുകയാണ്. ദേവും പെൻസിലും ചേർന്ന് നേരെ ആ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വൃദ്ധ വന്ന് കതക് തുറക്കുന്നു. പെൻസിൽ അവരോട് അറിയാത്ത പോലെ പെരുമാറാനായി ആംഗ്യം കാണിക്കുന്നു. ശേഷം അവർ നന്നായി അഭിനയിക്കാൻ തുടങ്ങുന്നു. TV റിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്, ഇനി മുതൽ നിങ്ങളുടെ സേവനമൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ കഥ കടക്കുകയാണ്. അപ്പോൾ ഇവരാണോ നിങ്ങളെ കാണാൻ വന്നത് എന്ന് ദേവ് പെൻസിലിനോട് ചോദിക്കുകയാണ്. അയ്യേ, ഇവരൊന്നുമല്ല, അവര് ഭയങ്കരമായ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ദേവിനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അടുത്തതായി ദേവിന്റെ ഓഫീസാണ് കാണിക്കുന്നത്. അവിടെ കല്യാണം വിളിക്കാനായി എത്തുന്ന ദേവിന്റെ കൂടെ മുന്നേ വർക്ക് ചെയ്ത ആംബുലൻസ് ഡ്രൈവർ, അയാളെ ആയിരുന്നു പെൻസിൽ അന്ന് ഇന്റർവ്യൂ ചെയ്തത്. നീ എന്തായാലും കല്യാണത്തിന് വരണമെന്നും ഞാൻ നിന്നെക്കുറിച്ച് TV-യിലൊക്കെ നല്ലത് പറഞ്ഞതില്ലേ എന്നൊക്കെ ദേവിനോട് അവൻ പറയുകയാണ്. അത് കേട്ട് അങ്ങനെ എന്തെങ്കിലും പരിപാടി TV-യിൽ വന്നോ എന്ന് ചെക്ക് ചെയ്യാനായി പറയുന്നു. ഇല്ല എന്ന് മനസ്സിലാക്കിയതോടെ അന്ന് ഇന്റർവ്യൂ ചെയ്ത ആളുടെ പേര് അവൻ ചോദിക്കുകയാണ്. പെൻസിൽ പാർത്ഥസാരഥി എന്ന പേര് പറയുന്നതും അത് ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ അവന്റെ ഫോട്ടോ വരുന്നു. അപ്പോ ഇവനാണ് അന്ന് ബാങ്കിൽ ഓഫീസറാണ് എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചത് എന്നും ഇവനാണ് എല്ലാത്തിന്റെയും പിന്നിലെന്ന് ദേവിന് മനസ്സിലാവുന്നു. അതേസമയം ഇവരെല്ലാവരും ആ ചെറിയ കുട്ടിയുടെ സ്കൂളിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി പോവാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ആ മുത്തശ്ശി പറയുന്നു, എനിക്ക് സുഖമില്ല എന്നും നിങ്ങൾ പോയിക്കോളൂ എന്ന്. ഓക്കെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിൽ പരിപാടി നടക്കുന്നതിനിടയിൽ പെൻസിലിന് ദേവിന്റെ കോൾ വരികയാണ്. ആരാ എന്ന് ചോദിക്കുമ്പോൾ എന്റെ 150 കോടി അടിച്ചു കൊണ്ടുപോയിട്ട് എന്നെ നിനക്ക് അറിയില്ലേ എന്നും
ഇത്ര കാലവും ആ പണം എന്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ പേടിച്ചാണ് ജീവിച്ചത് എന്നും ഇപ്പോൾ ആ പണം നിന്റെ കയ്യിലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ നീയാണ് റോബറി ചെയ്തത് എന്ന് ഞാൻ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞു. അവർ ഉടൻ തന്നെ അവിടെ എത്തും എന്നും പറയുന്നു. അത് കേട്ട ഉടൻ തന്നെ പെൻസിൽ കാർ എടുത്ത് അവിടെ നിന്ന് വേഗത്തിൽ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ആ സമയത്ത് അവന്റെ ഫ്രണ്ടിനെ ഫോണിൽ വിളിച്ച് നീ പെട്ടെന്ന് എന്റെ വീട്ടിലെത്തി ഷെൽഫിലുള്ള എല്ലാ പുസ്തകവും ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണമെന്നും അതിൽ 150 കോടി രൂപയുണ്ടെന്നും ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായി പിന്നീട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നേരെ അവൻ വീട്ടിലേക്ക് എത്തുകയാണ്. പെൻസിൽ വീട്ടിലെത്തി നോക്കുമ്പോൾ ബുക്കും പണവും ഒന്നും അവിടെ കാണുന്നില്ല. ആ സമയത്ത് പോലീസും അവിടേക്ക് എത്തുകയാണ്. പണമൊന്നും അവിടുന്ന് കിട്ടാത്തതിനാൽ പോലീസ് സെർച്ച് ചെയ്ത ശേഷം മടങ്ങിപ്പോവുകയാണ്. അപ്പോഴേക്കും പെൻസിലിന്റെ ഫ്രണ്ടും അവിടെ എത്തുന്നു. വളരെ നന്നായിട്ടുണ്ടെന്നും നീ കൃത്യസമയത്ത് വന്ന് എല്ലാം ഇവിടെ നിന്ന് മാറ്റിയതിനാലാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നും പറഞ്ഞ് പെൻസിൽ അവനോട് നന്ദി പറയുകയാണ്. അപ്പോൾ സുഹൃത്ത് പറയുന്നു, ഇല്ല, ഞാൻ വണ്ടി പഞ്ചറായതിനാൽ എനിക്ക് നീ പറഞ്ഞ ടൈമിൽ ഇവിടെ വരാൻ പറ്റിയില്ല എന്നും ഞാൻ ഇപ്പോഴാണ് എത്തുന്നത് എന്ന്. അത് കേട്ട് ഞെട്ടലോടെ നീ തമാശ പറയരുത്, അത് എന്റെ പണമൊന്നുമല്ല എന്നൊക്കെ അവൻ പറയുകയാണ്. സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല എന്ന് ഫ്രണ്ട് പറയുകയാണ്. അപ്പോഴാണ് പെൻസിലിന് വീട്ടിൽ മുത്തശ്ശി ഉണ്ടായിരുന്നല്ലോ എന്നത് ഓർമ്മ വരുന്നത്. അവൻ അകത്തേക്ക് പോയി നോക്കുന്നു. അപ്പോൾ അവരെ അവിടെയൊന്നും കാണാനില്ല. അവർ മുന്നേ ശേഖരിച്ചു വെച്ച വിവരങ്ങളും എല്ലാം കത്തിച്ചതായിട്ടും കാണുന്നു. അതിൽ നിന്നും പാതി കത്തിയ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ ആ 5 പേരിൽ ഒരാൾ ക്രിസ്ത്യാനി ആയിരുന്നു എന്നും കയ്യിൽ ഒരു കുരിശ് പച്ച കുത്തിയതായും കാണുന്നു. ശേഷം അവരെക്കുറിച്ച് അന്വേഷിച്ച വിവരങ്ങളെല്ലാം പെൻസിൽ എടുത്ത് നോക്കുകയാണ്. അപ്പോഴാണ് അതിൽ ഒരാൾ ക്രിസ്ത്യാനിയും അനാഥനുമാണെന്ന സത്യം അവൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മുത്തശ്ശിയുടെ മകൻ ആ ബാങ്ക് റോബറിയിൽ മരണപ്പെട്ടിട്ടില്ല എന്നും അവർ ഞങ്ങളോട് കള്ളമാണ് പറഞ്ഞത് എന്നും അവൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടായിരിക്കും ഓരോരുത്തരെ കുറിച്ചും അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം തന്നെ അന്ന് തടഞ്ഞത് എന്നും പെൻസിൽ ഓർക്കുകയാണ്. അതിനുശേഷം ആ മുത്തശ്ശി നിരന്തരമായി ഒരു വൃദ്ധസാധനത്തിലേക്ക് പണമൊക്കെ കൊടുത്തതായി പെൻസിലിന് ഓർമ്മ വരുന്നു. പെൻസിൽ നേരെ അവിടേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ ആ വൃദ്ധയെ അവിടെ വെച്ച് കാണുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തത് എന്ന് പെൻസിൽ അവരോട് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുകയാണ്, ആ ബാങ്ക് റോബറിയിൽ 5 പേർ മാത്രമല്ല 6ാമതൊരു വ്യക്തിയും കൂടി കൊല്ലപ്പെട്ടു എന്നും അവിടെ ബുക്ക് ഷോപ്പ് നടത്തിയിരുന്ന ഒരു വയസ്സായ വ്യക്തിയും കൊല്ലപ്പെട്ടു എന്നും അത് എന്റെ ഭർത്താവായിരുന്നു എന്നും അവർ പറയുകയാണ്. കൊലപാതകത്തിന്റെ അന്വേഷണം എന്തായി എന്നറിയാൻ ഞാൻ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ പോകുമായിരുന്നു. എന്നാൽ 80 വയസ്സായ കിളവനല്ലേ മരിച്ചത്, അയാൾ ഇത്രകാലം ജീവിച്ചത് തന്നെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ അപമാനിച്ചു വിടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ചില കള്ളങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെയും വിളിച്ചു വരുത്തി അവനോട് പ്രതികാരം ചെയ്യാനായി ഞാൻ ഇറങ്ങിയത് എന്നുള്ള സത്യമൊക്കെ പെൻസിലിനോട് അവർ പറയുകയാണ്. കൂടാതെ പണം മുഴുവനായും ഞാൻ എടുത്തിട്ടില്ല എന്നും 5 ഷെയറുകളാക്കി എന്റെ ഷെയർ മാത്രമാണ് ഞാൻ എടുത്തത് എന്നും അവർ പറയുകയാണ്. അത് കേട്ട് പെൻസിൽ പറയുകയാണ്, എനിക്ക് പണമൊന്നുമല്ല, ഒരു മുത്തശ്ശിയാണ് വേണ്ടതെന്നും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്, അതിനാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്റെ കൂടെ വരണമെന്നും പറയുന്നു. അതിനുശേഷം ദേവും അവന്റെ സുഹൃത്തും കാറിൽ പോകുന്നതായി കാണിക്കുന്നു. പെട്ടെന്ന് സുഹൃത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. സംസാരിച്ച ശേഷം അവൻ പെട്ടെന്ന് തന്നെ സിം ഊരി പുറത്തേക്ക് എറിയുന്നു. എന്താണ് സംഭവം എന്ന് ദേവ് ചോദിച്ചപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയെന്നും നീ പോലീസിനെ വിളിച്ച് പെൻസിലിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കാതെ എന്റെ ഫോണിൽ നിന്നാണ് കോൾ ചെയ്തത് എന്നും അതിനാൽ തന്നെ പോലീസ് എന്നെ ട്രേസ് ചെയ്യുന്നുണ്ട് എന്നും അവൻ പറയുന്നു. അത് കേട്ട ദേവ് അപ്പോൾ തന്നെ അവനെ കൊല്ലുകയാണ്. ശേഷം കാറെടുത്ത് നേരെ ഗാരേജിലേക്ക് വരുന്നു. ആ സമയത്ത് ഗാരേജിൽ പെൻസിലും ഉണ്ടായിരുന്നു. അവൻ ദേവിനോട് പറയുന്നു, നീ ഞങ്ങളെ എല്ലാവരെയും കണ്ടെത്തി കഴിഞ്ഞു, എനിക്കിപ്പോൾ പറയാനൊരു ഫാമിലി ഉണ്ട്, അത് ഇല്ലാതാക്കാനാണ് നീ ശ്രമിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഭയന്ന് ജീവിക്കുന്നതിന് പകരമായി നിന്നെ അവസാനിപ്പിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നും അവൻ പറയുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ അവിടെ ഭയങ്കരമായ ഫൈറ്റ് നടക്കുകയാണ്. ശേഷം ഗാരേജിന് വൻ തീപിടുത്തവും അപകടവും ഉണ്ടായി ദേവ് മരിച്ചു എന്ന് വരുത്തി തീർത്തി പെൻസിൽ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ഷോട്ടിൽ അവരുടെ വീടാണ് കാണിക്കുന്നത്. ആ മുത്തശ്ശി അവരോട് എല്ലാം തുറന്നു പറയുന്നു. ഇനി ആരോടും പ്രതികാരമൊന്നും വേണ്ട എന്നും നമുക്ക് സന്തോഷകരമായി ജീവിക്കാമെന്നും അവർ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ടിവിയിൽ ദേവ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു എന്ന വാർത്ത വരുന്നത്. അത് കണ്ട് എല്ലാവരും സന്തോഷിക്കുകയാണ്. പ്രിയ സന്തോഷത്തിൽ പെൻസിലിനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ അവന്റെ ശരീരത്തിൽ മുറിപ്പാട് കണ്ടതും അവനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് അവൾ മനസ്സിലാക്കുന്നു. ഇത് മറ്റാരും അറിയണ്ട എന്ന രീതിയിൽ അവർ അത് രഹസ്യമാക്കി വെക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും ബന്ധുക്കളെ കൊന്നവരോടുള്ള പ്രതികാരം സഫലമായി. എന്നാൽ പെൻസിലിന് എന്താണ് ഈ കേസിൽ ഇത്ര ഇൻട്രസ്റ്റ് ചെയ്യുന്നത് ഒരു സംശയമായിരുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ അവർ വാനുമായി വരുമ്പോൾ ഒരു നായയെ ഇടിച്ചു കൊന്നിരുന്നില്ലേ, അത് പെൻസിലിന്റെ പ്രിയപ്പെട്ട നായയായിരുന്നു. അത് കഴിഞ്ഞ് പെൻസിലിന്റെ പുതിയ പുസ്തകം പബ്ലിഷ് ആവുകയും അത് വമ്പൻ ഹിറ്റ് ആവുകയും ചെയ്യുന്നു. അവിടെ സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.